എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്കൊരു നോർമൽ പാൻറ് കട്ട് ചെയ്യാം. അതിന് വേണ്ടുന്ന തുണിയാണ് ഞാനിവിടെ 4 ആയിട്ട് മടക്കിയിട്ടേക്കുന്നത്. ഇപ്പോൾ 2 പാൻറ്റും കൂടെ ആയതുകൊണ്ട് ഒരാടെ അളവാണ്, യൂണിഫോം പാൻറ്. അപ്പോൾ 2 പാൻറ്റും കൂടെ ഒന്നിച്ചിട്ട് കട്ട് ചെയ്യുന്നതുകൊണ്ട് ഞാൻ 2നും കൂടെ 4 ആയിട്ട് മടക്കിയിട്ട് 4 4 8 വരും കേട്ടോ. അപ്പോൾ ഇങ്ങനെ മടക്കിയിട്ടിട്ട് ഇനി വേണ്ടുന്ന ഇറക്കവും മണ്ണോ എല്ലാം സീറ്റ് ഇറക്കോ എല്ലാം കണ്ടുപിടിച്ച് നമുക്ക് ചെയ്യാം. പിന്നെ ഞാനിത് എടുത്തിരിക്കുന്നത് നീളം, നമ്മൾ ഈ 7 വശമാണ് നീളം എടുക്കേണ്ടത്. പക്ഷെ അന്നേരം ഈ കുട്ടിക്ക് തികയത്തില്ല ഇറക്കം. അതുകൊണ്ട് ഞാനത് വട്ടം എടുത്ത് തുണി കേട്ടോ. ഇങ്ങനെ എടുക്കേണ്ട തുണി ഞാൻ ഇങ്ങനെ എടുത്തു. ഇനി കാലിൻ്റെ അടിഭാഗം വയ്ക്കാനും മുകളിൽ എലാസ്റ്റിക് ഇടാനായിട്ട് ജോയിൻ ചെയ്തെടുക്കണം. ഇത്രയും തുണിയുള്ളതുകൊണ്ട് അതനുസരിച്ച് നമ്മൾ കട്ട് ചെയ്ത് ഒപ്പിച്ച് കൊടുക്കണം. ഈ കുട്ടിയുടെ ഇറക്കം വന്നേക്കുന്നത് 38. മുകളിൽ എലാസ്റ്റിക് ഇടാൻ 2 ഇഞ്ച് വേണം, അടിയിൽ മടക്കി തയ്ക്കാൻ 2 ഇഞ്ച് വേണം. അപ്പോൾ ഞാൻ നോക്കട്ടെ മൊത്തം ഇറക്കം എത്ര ഉണ്ടെന്ന് നോക്കുക. 36 ഉള്ളൂ. എനിക്ക് വേണ്ടത് 38 വേണ്ടത്. 2 ഇഞ്ച് അവിടെ കുറവുണ്ട് അല്ലേ? അതിന് പിന്നെ എലാസ്റ്റിക് ഇടാൻ 2 ഇഞ്ച് വേണം, ഇവിടെ മടക്കി തയ്ക്കാൻ 2 ഇഞ്ച് വേണം. അപ്പം നമുക്കെന്ത് ചെയ്യണം? ഇതിനെ ഇങ്ങനെ 36-നെ 2 ഇഞ്ച് നമുക്ക് എലാസ്റ്റിക് ഇടാനോ വേണമല്ലോ. ആ 2 ഇഞ്ചിന് മാർക്ക് ചെയ്യാം, ജോയിൻ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇവിടെ നമുക്ക് കാലിൻ്റെ ഭാഗം ജോയിൻ ചെയ്തെടുക്കാം. അപ്പം അത്രയും മനസ്സിലായല്ലോ. നമുക്ക് തുണി തികഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഈ പട്ടയ്ക്ക് നീളം എലാസ്റ്റിക് ഇടാനായിട്ട് 2 ഇഞ്ചും കൂടെ കൂട്ടിയെടുക്കണം. 2 ഇഞ്ചും കൂടെ കൂട്ടിയെടുത്ത് എലാസ്റ്റിക് ഇടാൻ എടുക്കണം. അപ്പോൾ 2 ഇഞ്ചും 2 ഇഞ്ചും കൂടെ ആകുമ്പോൾ 4 ഇഞ്ച് എടുക്കണം. 2 ഇഞ്ച് നമുക്ക് എക്സ്ട്രാ വേണം, 2 ഇഞ്ച് ഉള്ളിലോട്ട് മടക്കാനും വേണം, അങ്ങനെ 4 ഇഞ്ച്. അപ്പോൾ അവിടെ 2 ഇഞ്ച് വരുമ്പോൾ നമുക്കിവിടെ 38 കിട്ടും. ഇവിടെ 2 ഇഞ്ച് കൂടെ കൂട്ടി അടിയിൽ നീളം കൂട്ടണം. തുണി തികഞ്ഞില്ലെങ്കിൽ ഇങ്ങനെ ചെയ്യണം. തുണി തികയാണെന്നുണ്ടെങ്കിൽ നമുക്കൊന്നും കറക്റ്റായിട്ട് അങ്ങ് എടുത്ത് പോകാം കേട്ടോ. 4 ഇഞ്ച് കൂടെ കൂട്ടിയെടുത്താൽ മതി. ഓക്കെ, മനസ്സിലായല്ലോ. ഇനി ഈ കുട്ടിയുടെ വണ്ണം വന്നേക്കുന്നത്, സീറ്റ് വണ്ണം വന്നേക്കുന്നത് 35. 35-ൻ്റെ കൂടെ 35 വേണം. അതിൻ്റെ 4-ൽ 1 ഭാഗം എടുക്കണം. തുണി മടക്കിയിടുമ്പോൾ 35-ൻ്റെ 4-ൽ 1 ഭാഗം. അപ്പോൾ 8.5 വരും അല്ലേ? 8.5 4 കൂടെ 8.75 വരും. 8.75 എന്ന് പറയുമ്പോൾ 9 വരും. റൗണ്ട് ചെയ്ത് നമുക്ക് 9 എടുക്കാം. 9 ഇഞ്ചാണ് ഈ കുട്ടിക്ക് വേണ്ടത്. 35-ൻ്റെ 4-ൽ 1 ഭാഗം 8.75 ഞാൻ പക്ഷേ റൗണ്ട് ചെയ്ത് കാലിൻ്റെ കൂടി 9 എടുക്കുന്നത്. പിന്നെ ലൂസ് വേണ്ടേ? അതിന് പകരം 3 ഇഞ്ച് കൂടെ കൂട്ടണം. 9-ൻ്റെ കൂടെ 3 കൂടെ കൂട്ടുമ്പോൾ എത്ര? 9 3 10 12 വരും അല്ലേ? 9 പിന്നെ ഒരു 3 ഇഞ്ച് കൂടെ കൂട്ടും. അപ്പം നമുക്ക് 12 കിട്ടും. ഇത്രയും കൂടെ കേട്ടോ. ഇങ്ങനെ എങ്ങനെ ഞാൻ ഒന്നുകൂടെ പറയണം. വേസ്റ്റ് ഭാഗത്തെ വണ്ണത്തിൻ്റെ കൂടെ വണ്ണത്തിൻ്റെ 4-ൽ 1 ഭാഗം എടുത്തിട്ട് 4-ൽ 1 ഭാഗം 35-ൻ്റെ 4-ൽ 1 ഭാഗം 8.75. 8.75 ഞാനത് റൗണ്ട് ചെയ്ത് 9 അങ്ങ് ആക്കി. എന്നിട്ട് ഇത് കറക്റ്റ് വണ്ണേ വരുള്ളൂ. 3 ഇഞ്ച് കൂടെ ലൂസ് കൂട്ടണം. 3 ഇഞ്ച് കൂടെ ലൂസ് കൂട്ടുമ്പോൾ ഇങ്ങനെ 3 കൂടെ കൂട്ടിയാൽ മതി, 12 വരും. ഇവിടുന്ന് നമുക്ക് 12. പിന്നെ ഇവിടെ നമുക്ക് ഈ ലൂസ് ഇത്തോടെ വണ്ണം ഈ ഷേപ്പ് എടുക്കാൻ വേണ്ടി ഒരു 3 ഇഞ്ച് കൂടെ പോകും. അപ്പോൾ ഇത്രയും മനസ്സിലാക്കാം. 12 ഇഞ്ച് എടുത്തു. ഇനി സീറ്റിൻ്റെ ഇറക്കാം, ഈ കൊച്ചിൻ്റെ ഇറക്കാം 2 ഇഞ്ച് നമ്മളിവിടെ നീളം കൂട്ടാൻ എടുത്തല്ലോ. ആ 2-ഉം
ഇവിടുന്ന് ഇറക്കം ഒരു 14 ഇഞ്ച് മതി. സീറ്റിൻ്റെ ഇറക്കം ഈ കുട്ടിയുടെ അളവിന് 14 ഇഞ്ച് മതി കേട്ടോ. 14. പിന്നെ നമ്മൾ ഇവിടുന്ന് തുട ലൂസ് ഒരു 2 ഇഞ്ചോ 3 ഇഞ്ചോ കൂട്ടാം. 3 ഇഞ്ചോ 2 ഇഞ്ചോ 3 ഇഞ്ചോ കൂട്ടാം. ഓക്കെ, ഞാനിവിടെ 2 ഇഞ്ച്, ചെറിയ കുട്ടിയാണെങ്കിൽ 2 ഇഞ്ച്, വലിയ കുട്ടിയാണെങ്കിൽ വലിയ ആൾക്കാരാണെങ്കിൽ 3 ഇഞ്ച് കൂട്ടാം. ഈ കുട്ടിക്ക് 2 ഇഞ്ച് മതി കേട്ടോ. ഈ 12 എടുത്തതിൻ്റെ കൂടെ 2 ഇഞ്ച് കൂടെ കൂട്ടുക. ഓക്കെ, അത് മനസ്സിലായല്ലോ. എന്നിട്ട് നമുക്കിവിടെ ഷേപ്പ് എടുക്കണം അല്ലേ. ഇവിടെ നിന്ന് ഇങ്ങനെ 1 ഇഞ്ച് വേണ്ട കേട്ടോ, ഇതേപോലെ ഷേപ്പ് എടുക്കണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് കാലിൻ്റെ ലൂസ് 7 ഇഞ്ച് വണ്ണം അടി ലൂസ് വന്നേക്കുന്നത് 7 ഇഞ്ച് കേട്ടോ. 7 ഇഞ്ച് എടുക്കണം. ഇവിടെ 1 ഇഞ്ച് 2 ഇഞ്ച് നമുക്ക് പടി വെച്ചിട്ട് മടക്കി അടിച്ച് ലൂസ് കൂട്ടാം, നീളം കൂട്ടാം കേട്ടോ. 1 ഇഞ്ച് തയ്യെടുക്കുമ്പോൾ. ഓക്കെ, എന്നിട്ട് നമ്മുടെ ആ കാലിൻ്റെ ഷേപ്പ് അങ്ങ് കട്ട് ചെയ്യാം കണ്ട. ഇവിടുന്ന് ഇവിടം വരെ കട്ട് ചെയ്യും കണ്ടോ. ഇവിടെ നമുക്ക് 2 ഇഞ്ച് എക്സ്ട്രാ വരും, അത് പറ്റും. ഓക്കെ, ഇത്രയേ ഉള്ളൂ. അപ്പം നമുക്ക് മനസ്സിലായല്ലോ. ഇറക്കം എത്രയാണെന്ന് വെച്ചാൽ അത്രേൻ്റെ കൂടെ നമ്മൾ നോർമലായിട്ട് ചെയ്യുമ്പോൾ ഇറക്കം എത്രയാണെന്ന് വെച്ചാൽ 4 ഇഞ്ച് കൂട്ടുക, മുകളിൽ 2 ഇഞ്ച്, താഴെ 2 ഇഞ്ച്. അപ്പോൾ അതിനുള്ള തുണി ഇല്ലാഞ്ഞുകൊണ്ട് ഇവിടെ നമ്മൾ പീസ് വെച്ചടിക്കണം, ഇവിടെയും പീസ് വെച്ചടിക്കണം. അങ്ങനെ 38 എനിക്ക് കറക്റ്റായിട്ട് ഈ ഇതിൻ്റെ നീളം 36 നീളം കിട്ടുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ജോയിൻ ചെയ്ത് നീളം കൂട്ടുന്നു, ഇവിടെ നീളം കൂട്ടുന്നു. അപ്പോൾ തുണി ഇല്ലാന്ന് പറഞ്ഞാൽ നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റത്തില്ല. എക്സ്ട്രാ പീസ് വെച്ച് നമുക്ക് നീളം കൂട്ടി കൊടുക്കാം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഒരെണ്ണം വെട്ടിയാൽ പിന്നെ 2 തുണി അവർ തന്നെ, അപ്പോൾ 2 തികയത്തില്ല. ഇങ്ങനെ എടുത്ത് നമുക്ക് ഒപ്പിച്ച് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ഞാൻ ഇവിടെ സീറ്റ് വണ്ണം വന്നേക്കുന്നത് 35ആണ്. 35ൻ്റെ 4 സീറ്റ് വണ്ണം, 35ൻ്റെ 4 ഭാഗം 8.25 ഞാൻ റൗണ്ട് ചെയ്തിട്ട് 9 എടുത്തു. 9 എടുത്തിട്ട് മുകളിലോട്ട് ലൈൻ ചെയ്തു, ഇങ്ങനെ ഷേപ്പ് കൊടുക്കും. എന്നിട്ട് നമ്മുടെ തുട ലൂസ് 2 ഇഞ്ചും കൂടെ കൂട്ടിയെടുക്കും. പിന്നെ കാൽവണ്ണം 7ആണ്. പിന്നെ 1 ഇഞ്ച് തയ്യത്തുമ്പോൾ എടുത്തിട്ട് ഇതേപോലെ ഒരു സ്കെയിൽ വെച്ചിട്ട് നമുക്കിങ്ങനെ സ്ട്രെയിറ്റായിട്ട് കൊടുക്കാം. ഇച്ചിരി കൂടെ നമുക്കൊന്ന് ഒതുക്കി വേണമെങ്കിലും ചെയ്യാം. കാലിൻ്റെ അവിടെ ഈ തുടയിൽ വണ്ണം മതിയല്ലോ. ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് ഇതേപോലെ വേണമെങ്കിൽ കട്ട് ചെയ്ത് കൊടുക്കാം. തയ്ക്കുമ്പോൾ വേണമെങ്കിൽ കട്ട് ചെയ്ത് പോയാൽ മതി. ഓക്കെ, ഇതെല്ലാം മനസ്സിലായല്ലോ. തയ്യലിൻ്റെ ഒരു അടിസ്ഥാന ബുക്കുണ്ട് കേട്ടോ. അതിനകത്ത് നമുക്ക് ഇതെല്ലാം മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് എക്സ്ട്രാ എങ്ങനെയൊക്കെ എടുക്കുന്നത് കേട്ടോ. ഫുൾ നീളം എത്ര, സീറ്റ് വണ്ണം എത്ര, അതിൻ്റെ കൂടെ ലൂസ് എത്ര കൂട്ടണം, സീറ്റ് ഇറക്കം എത്ര, അങ്ങനെ ഓരോന്നിനും അളവ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ പാറ്റുകലയുടെ ബോഡി പാർട്ട്, ബ്ലൗസ് ചുരിദാറിൻ്റെ ടോപ്പ് വെട്ടുമ്പോൾ എങ്ങനെ, സ്ലീവ് വെട്ടുന്നത് എങ്ങനെ, അങ്ങനെ ഓരോന്നിൻ്റെ മെഷർമെൻറ്റും അതിൻ്റെ കട്ടിങ്ങും അതെല്ലാം ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഗൈഡിൽ. അപ്പോൾ ഈ ബുക്ക് വേണ്ടുന്നവർക്ക്, ഈ ബുക്ക് സ്റ്റിച്ചിങ് ചെയ്യുന്ന എല്ലാവർക്കും ഈ ബുക്ക് ഒരു ഉപകാരമായിരിക്കും കേട്ടോ. ഇപ്പോൾ നമ്മൾ ഓരോന്ന് കട്ട് ചെയ്യുമ്പോൾ, ഇതിപ്പോൾ ഞാനിപ്പം പാൻറ്റാണ് കട്ട് ചെയ്തത് അല്ലേ, നോർമൽ പാൻറ്റ്. ആ നോർമൽ പാൻറ്റ് അളവ് കട്ട് ചെയ്ത് അതെടുത്തതിന് ശേഷം അറിയാവുന്നവർക്ക് പെട്ടെന്ന് അങ്ങ് ചെയ്യാം. അറിയാത്തവർക്ക് ഇതേപോലെ ഒരു ബുക്ക് ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്യാം. അപ്പോൾ കറക്റ്റ് അളവിലൂടെ എത്രയൊക്കെ കൂട്ടണം, ഇവിടെയൊക്കെ ചെയ്യണം, എത്ര ലൂസ് കൂട്ടണം എന്നെല്ലാം ഫോർമുല ഇവിടെ നമ്മൾ എഴുതിയിട്ടുണ്ട്. അത് നോക്കി ചെയ്യാം. അപ്പോൾ വേണ്ടുന്നവർക്ക് ഞാൻ വാട്സപ്പ് നമ്പർ കൊടുത്തേക്കാം. വേണ്ടുന്നവർ വാട്സപ്പ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക കേട്ടോ. ഓക്കെ, ഞാൻ കട്ട് ചെയ്യാം. നമുക്കിവിടെ നീളം വേണമെന്ന് പറയുന്നത് ഈ ബാലൻസ് നിൽക്കുന്ന പീസിന് നമുക്ക് കൊടുക്കാം.
ഇനി ഇതേ ഇങ്ങനെ വെച്ച് അടിച്ചിട്ട് കട്ടിക്ക് വരുമ്പോൾ ഇതൊരു ജോയിൻറ്റ് വന്ന് ഇത് അറിയത്തില്ല ഉണ്ടോ. അപ്പോൾ നമുക്കവിടെ നീളം കിട്ടി അല്ലേ. ഇതുപോലെ തന്നെ മുകളിലും 2 ഇഞ്ച് വീതി നീളത്തിൽ ഒരു തുണി എടുത്തിട്ട് ജോയിൻറ്റ് ചെയ്ത് എലാസ്റ്റിക് കൂട്ടാം. ഇതേപോലെ ഒരു പീസ് നമുക്ക് കട്ട് ചെയ്ത് ഇവിടെ ജോയിൻറ്റ് നീളം കൂട്ടുക. എന്നിട്ട് അതിൻ്റെ എലാസ്റ്റിക് ഇടാനായിട്ട് നമ്മൾ മടക്കി കൊടുക്കുക. എന്നിട്ട് ബാലൻസ് ചെയ്യുന്നതിന് കട്ട് ചെയ്ത് എടുക്കുക. അതിൻ്റെ ഉള്ളിൽ കൂടെ എലാസ്റ്റിക് ഇടാം. അപ്പോൾ നമുക്ക് കുറഞ്ഞ തുണിക്കും 2 മീറ്റർ 2.25 മീറ്ററൊക്കെ വേണ്ട. അപ്പോൾ അത്രയും ഇല്ലാന്നുണ്ടെങ്കിൽ 1.25 ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ്. ഇത് 2 പാൻറ്റിൻ്റെ തുണിയാണ് കേട്ടോ. 2 പാൻറ്റും കൂടെ ചേർത്ത് ഞാൻ കട്ട് ചെയ്തേക്കാം. ഇനി ഇതേപോലെ ഒരു പീസ് കൂടെ നമുക്ക് എടുക്കാം. മുകളിൽ ഒരു എലാസ്റ്റിക് ഇടാനായിട്ട് കൂടെ ജോയിൻ ചെയ്തെടുക്കാം. താഴത്തെ പീസുമായി മുകളിലത്തെ പീസുമായി കേട്ടോ. അപ്പം എല്ലാവരും ചെയ്ത് നോക്കും. മനസ്സിലായല്ലോ. അപ്പം എല്ലാവരും ചെയ്തിട്ട് നിങ്ങൾ അത് കാര്യങ്ങൾ സംസാരിക്കണം. അതായത് കമൻറ്റ് ചെയ്യണം. അപ്പം അറിയാവുന്ന കാര്യങ്ങൾ, അറിഞ്ഞൂടാത്ത കാര്യങ്ങൾ, മനസ്സിലായെങ്കിലും എന്താ അറിയാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അറിയണമെന്നുള്ള കാര്യങ്ങൾ കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ കമൻറ്റിലൂടെയാണ് എനിക്ക് നിങ്ങൾക്ക് മനസ്സിലാവുന്നതെന്ന് അറിയുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. പിന്നെ ബുക്ക് വേണമെന്നുണ്ടെങ്കിൽ പറയുന്നത്. ഇതിനകത്ത് നമുക്ക് എല്ലാം ഉണ്ട്. ബ്ലൗസ്, ചുരിദാർ, നൈറ്റി എല്ലാം ഉണ്ട് കേട്ടോ. സ്ലീവ് ഓരോന്നിൻ്റെയും പാറ്റേൺ ഉണ്ട്. അപ്പോൾ സ്ലീവിൻ്റെ കട്ടിങ് അല്ല, സ്ലീവിൻ്റെ പടം കാണിച്ചിട്ട് ഫോട്ടോ ഇങ്ങനെ കാണിച്ചിട്ട് അതിന് ഇങ്ങനെയൊക്കെ ചെയ്യാവുന്ന പല സ്ലീവുകളുണ്ട്. ബ്ലൗസ് ഉണ്ട്. ഇത് ബ്ലൗസിൻ്റെയാണ്. ബ്ലൗസിൻ്റെ ഫോർമുലയും എങ്ങനെയൊക്കെ കൂട്ടണം കുറയ്ക്കണം, ഇതിനകത്ത് നമ്മൾ തയ്ക്കുന്ന മെത്തേഡും കട്ട് ചെയ്യുന്ന മെത്തേഡും തുണി മടക്കി ഇടുന്നതും ലൂസ് എങ്ങനെ കൂട്ടണം എന്നെല്ലാം എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പം വേണമെന്നുള്ളൊരു വാട്സപ്പിൽ നമ്പർ കൊടുത്തേക്കാം, വന്നാൽ മതി. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.